ഉത്തരം പറയൂ ഉടൻ പണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി ഒന്ന് പരിചയപ്പെടാം. എന്താ ചേച്ചി പേര്? അശ്വിനി. എവിടെ സ്ഥലം? കരകുളം. എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റൽ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ PSC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. GK ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയുമോ? കുഴപ്പമില്ല, ചോദിച്ചോക്കെ. കുഴപ്പമില്ല, ചോദിച്ചു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. ഉത്തരം പറയൂ ഉടൻ പണം എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെയാണ്, ഉത്തരം പറയുന്ന ആ ഉടൻ തന്നെ പണവും ലഭിക്കും. 5 GK ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 50 രൂപയാണ് വില ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞാൽ 250 രൂപ കിട്ടും. അപ്പോൾ ഓരോ ശരി ഉത്തരത്തിനും, ഓരോ തെറ്റുത്തരത്തിനും, ഓരോ ശരി ഉത്തരത്തിൻ്റെ പോയിന്റ് കുറഞ്ഞിരിക്കും, മൈനസ് ഉണ്ട്. അത് ആദ്യം ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാലേ പോവുള്ളൂ. അങ്ങനെ ഉത്തരം പറഞ്ഞാലേ പോവും, അങ്ങനെയല്ല. തെറ്റുത്തരം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമാണ്. തെറ്റായിട്ട് പൈസ പോവും. തെറ്റുത്തരം പറഞ്ഞാലും പോവും. ക്ലൂസ് ഒന്നും തരത്തില്ല. അറിയാന്നുള്ളത് ഒരൊറ്റ ഉത്തരം, അല്ലെങ്കിൽ ഒരു 3 ചാൻസിനുള്ളിൽ പറയണം. ഓക്കെ, ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ശരിയാക്കുന്നു എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 50 രൂപ ലഭിക്കും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ പൈസ എൻ്റെ ബോക്സിനകത്തിടും. ആദ്യം ബോക്സ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ മണിപ്പെട്ടി. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞാൽ ഇതിൽ നിന്ന് പൈസ എടുക്കാം. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പുഷ്പത്തിന്റെ പേര്? താമര. കറക്റ്റ് ആൻസർ ആണ്. എവിടെയാ മണിപ്പെട്ടി? മണിപ്പെട്ടി കൊണ്ടുവരൂ. ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുക്കുക, അതാണ് പറ്റിയത്. അപ്പോൾ അതിൽ നിന്ന് 50 രൂപ എടുത്തോളൂ. ഓക്കെ, അടച്ച് മണിപ്പെട്ടി അതുപോലെ കയ്യിൽ വെച്ചോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ സസ്തനിയുടെ പേര് പറയാമോ? ഏറ്റവും വലിയ സസ്തനി. ക്ലോസ് ഒന്നും തരത്തില്ല. ക്ലൂ ഒക്കെ തന്നാൽ പെട്ടെന്ന് പറയും, കാര്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആന അല്ല, ഒന്ന് പോയി. ദിനോസർ അല്ല, 2 പോയി. 50 രൂപ ഇപ്പൊ എന്റെ പെട്ടിക്കകത്ത് ഡൗട്ട് അടിച്ചതാണ്. എനിക്ക് രണ്ടാമത്തത് പണി കിട്ടുമെന്ന്. ഏറ്റവും വലിയ സസ്തനി. മൂന്നാമത് ഏതെങ്കിലും ആൻസർ പറഞ്ഞു. എന്തായാലും പക്ഷെ ക്ലൂ തന്നാൽ ഇപ്പൊ ആൻസർ പറയും, അതുകൊണ്ട് ക്ലൂ തരാൻ പറ്റത്തില്ല. ക്ലൂ തരത്തില്ല, 3 ചാൻസ് തരികയാണ്. അപ്പൊ ക്ലൂവും കൂടെ ആയാൽ ശരിയാവത്തില്ല. അല്ല, നീലത്തിമിംഗലം. അയ്യോ, എനിക്കറിയായിരുന്നു. 50 രൂപ തുറന്ന് അതിനകത്ത് ഇട്ടോ. ഓക്കെ. അയ്യോ, എനിക്ക് വേണ്ടേ. എന്റെ കൊച്ചിന് ഡെയിലി ഞാൻ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തിന്റെ പേര്? വ്യാഴം. കറക്റ്റ് ആൻസർ. 50 രൂപ എടുത്തോളൂ. വീണ്ടും എടുത്തോളൂ. അടുത്ത് ഇടാനുള്ളതാണ്. തുറക്കുന്നു, എടുക്കുന്നു, ഇടുന്നു. എന്താല്ലേ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം? ഒരു ജില്ല. പാലക്കാട്. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ എടുത്തോളൂ. അപ്പൊ അറിയല്ല. യോഗം ഉണ്ടോ? ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടല്ലേ. ഇതൊക്കെ ചാടിക്കടന്നവനാണ് രാമൻകുട്ടി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം? തട്ടേക്കാട്. കറക്റ്റ് ആൻസർ. 50 രൂപ എടുത്തോളൂ. കണ്ടില്ലേ, 150 രൂപയും അടിച്ചു കൊണ്ടുപോയി. എന്റെ മണിപ്പെട്ടി കാലിയായെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉത്തരം പറയൂ ഉടൻ പണം പ്രോഗ്രാമിലെ മത്സരാർത്ഥി 150 രൂപയാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.